Good morning, children. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. Today we are learning about the development of female gametophyte, how the egg become formed inside the ovule എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് റീകോൾ ചെയ്യുകയാണ്. വിച്ച് ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ എ ഫ്ലവർ? ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് കാർപ്പൽ. കാർപ്പൽ അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേര് പിസ്റ്റിൽ എന്നാണ് പറയുക. കാർപ്പൽ ഓർ പിസ്റ്റിൽ. അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ അതിനകത്ത് പറഞ്ഞപ്പോ ആ കാർപ്പലിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോ നമ്മൾ ബേസൽ സൊള്ളൻ പാർട്ട് എന്ന് പറഞ്ഞു. ബേസൽ സൊള്ളൻ പാർട്ട് ഓഫ് ദ കാർപ്പൽ ഈസ് കോൾഡ് ഓവറി എന്ന് പറഞ്ഞു. ഓവറിക്കകത്ത് കാണുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, റൗണ്ടഡ് സ്ട്രക്ചർ ആണ് ഓവ്യൂൾ എന്ന് പറയുന്നത്. ഓവ്യൂൾ. അപ്പൊ നമ്മൾ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് ആദ്യം പഠിക്കാവുന്നത്. സോ വെൽക്കം ടു ടുഡേസ് ക്ലാസ്, ദ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. So here it is the structure. It is easy to draw also once you see how to draw the structure of ovule. You can draw the center portion first and then one layer, single layer. Then that layer is covered by again two layers. So it is very easy to draw. Then it is covered by full structure. This is the structure of ovule. Here you can draw the cells. These are the cells and the center nucleus. Okay, so this center portion is called embryo sac. It is called embryo sac or it is called egg apparatus. An embryo sac is covered with another layer, parenchymatous layer. This is made up of parenchyma. It is called nucellus. It is called nucellus. And nucellus is again covered with two more layers. You can see in the both side. രണ്ട് സൈഡിലും രണ്ട് ലെയറുകൾ ന്യൂസലസിനെ കവർ ചെയ്ത് കാണുന്നുണ്ട്. ആ ലെയറിന് പറയുന്ന പേരാണ് ഇന്റഗുമെന്റ് എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് ഇന്റഗുമെന്റ്. Integument. And integument is originating from this area. This area is called chalasa. And integument ends with a small opening called micropyle. Integument തീരുന്നത് ഒരു ചെറിയ ഓപ്പണിങ്ങിലാണ്. ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയും. And the stalk of the ovule is called funicle. ഓവ്യൂളിന്റെ സ്റ്റോക്കിന് പറയുന്ന പേരാണ് funicle. Once more see, the center of the ovule is called embryo sac or egg apparatus. ഇവിടെയാണ് egg കാണുന്നത്, അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? egg apparatus എന്ന് പറയുന്നത്. And this embryo sac is covered with one more layer. This layer, ഈ ലെയറിന് പറയുന്ന പേരാണ്, ഈ ലെയർ ഇത് കണ്ടോ, ഇവിടെ ഒരു ലെയർ ഉണ്ട്. ആ ലെയറിന് പറയുന്ന പേരാണ് nucellus എന്ന് പറയും. This layer is called nucellus. It is completely made up of parenchyma cells. ആ ലെയർ ഉണ്ടാക്കിയിരിക്കുന്ന പാരൻകൈമ സെൽ കൊണ്ടാണ്. Then the nucellus is covered with two more covering structures that are called integument. ആ കവറിംഗ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് integument എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. Then integument is originating from this area is called chalasa and it ends with a small opening. ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഇന്റഗുമെന്റ് എൻഡ് ചെയ്യുന്ന റീജിയനിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കാണാം. That opening is called micropyle. And stalk of the ovule. ഈ സ്റ്റോക്കിലാണ് ഓവ്യൂൾ നിൽക്കുന്നത്. ആ സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയും. So I hope you understood the structure of ovule. Once more I will explain. The center of the ovule called embryo sac or egg apparatus.
Embryo sac is covered with one more parenchymatous layer called nucellus. Nucellus is again covered with one or two covering structures called integument. Integument originating region is called chalaza, and it ends with a small opening called micropyle, and the stalk of the ovule is called funicle. This is the structure of ovule. I hope you understood. So we will move to the next content. How the female gametophyte become developed. എങ്ങനെയാണ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വളരെ എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഡയഗ്രത്തിലൂടെ തന്നെ. കാരണം ദിസ് ഈസ് ദ ചാപ്റ്റർ. ലോട്ട് ഓഫ് ഡയഗ്രംസ് ആർ ദെയർ ഇൻ ദിസ് ചാപ്റ്റർ. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഡയഗ്രത്തിലൂടെ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കാണാതെ പഠിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ഡയഗ്രാം ഓറിയന്റഡ് ആണ് ഈ ചാപ്റ്റർ. ദിസ് ചാപ്റ്റർ ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഡയഗ്രംസ്. സോ ഹിയർ ദ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. നോക്കുക, നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാം കാര്യങ്ങൾ. നമ്മളിപ്പോ പറഞ്ഞു ന്യൂസെല്ലസ്. വാട്ട് യു മീൻ ബൈ ന്യൂസെല്ലസ്? ന്യൂസെല്ലസ് ഈസ് എ ലെയർ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമ സെൽസ്. ഞാൻ പറഞ്ഞു അത് ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവനായും പാരൻകൈമ സെല്ല് കൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാം വാട്ട് യു മീൻ ബൈ പാരൻകൈമ. വാട്ട് ഈസ് ദ peculiarity of parenchyma? Parenchyma is a living cell. It have an ability for cell division. Parenchymic എന്തിനുള്ള കഴിവുണ്ട്? സെൽ ഡിവിഷനുള്ള കഴിവുണ്ട്. So the development of female gametophyte starts from the nucellus. A single parenchyma cell is selected from the nucellus. This is a small parenchyma cell. It is taken from the nucellus, and that cell divides. Here you can see that cell divides to form 4 cells here. That single parenchyma cell divides to form 4 cells. The first 3 cells are degenerated. ആദ്യം ഉണ്ടാകുന്ന 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തു പോകും, അല്ലെങ്കിൽ that become disappeared. അത് നഷ്ടപ്പെട്ടു പോകും. Then 1 cell become remaining there. ആ സെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയും. ഫങ്ഷണൽ മെഗാസ്പോർ. That cell is called functional megaspore. So this is the first content for development of female gametophyte. You can see once more, the single parenchyma cell is selected from the nucellus, and then it continuously divides to form 4 cells. That first formed 3 cells become degenerated or disappeared, and 1 remaining there. That existing cell is called functional megaspore. Is it clear? I hope you understood this much. So we will move to the next part. Here I am drawing again once more. I am drawing the functional megaspore here. Functional megaspore. After the formation of functional megaspore, you see the nucleus inside the functional megaspore. Here it is the nucleus. The nucleus of the functional megaspore divides. Not a cell division. Here it is the nuclear division, which means karyokinesis. ഈ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഒരു പ്രത്യേകത തന്നെ സെൽ ഡിവിഷനും നടക്കുന്നുണ്ട്, ന്യൂക്ലിയർ ഡിവിഷനും നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് ആൻജിയോസ്പേമിലെ. അതൊരു പ്രത്യേകതയാണ്, നിങ്ങൾ നോട്ട് ചെയ്തോളുക. കാരണം ഇത് ആദ്യം നടന്നത് സെൽ ഡിവിഷൻ ആണ്. ഫങ്ഷണൽ മെഗാസ്പോർ ഫോം ചെയ്തത് സെൽ ഡിവിഷൻ വഴിയാണ്. പക്ഷെ ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ഇനി ബാക്കിയുള്ള ഫോർമേഷൻ എല്ലാം തന്നെ നടക്കുന്നത് ന്യൂക്ലിയർ ഡിവിഷൻ വഴിയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ ഒരു ന്യൂക്ലിയസ് ആണുള്ളത്. ദാറ്റ് ഡിവൈഡ്സ് ഇൻടു 2. 2 ന്യൂക്ലിയസ് ആയിട്ട് അത് മാറും. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ലോവർ എൻഡിലോട്ടും പോകും.
അപ്പം ഈ ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസിന് ഡിവിഷൻ നടന്നിട്ട് രണ്ട് ന്യൂക്ലിയസുകൾ ഫോം ചെയ്തു. One will move to the upper side and one will go to the lower side. Again these two nuclei divides. കണ്ടോ നിങ്ങള് ആ വ്യത്യാസം വരുന്ന കണ്ടോ? ഈ രണ്ട് ന്യൂക്ലിയസിന് വീണ്ടും ഡിവിഷൻ നടക്കും. ഡിവിഷൻ നടക്കുമ്പോൾ മുകളിൽ എത്ര എണ്ണം ഉണ്ടാവും? രണ്ടെണ്ണം മുകളിൽ ഉണ്ടാവും, രണ്ടെണ്ണം താഴെയും ഉണ്ടാവും. Okay, so next thing, again that four nucleus divides. കണ്ടോ ഈ നാല് ന്യൂക്ലിയസിന് വീണ്ടും ഡിവിഷൻ നടക്കും. അപ്പൊ മുകളിൽ നാലെണ്ണം ഫോം ചെയ്യും. See here 1 2 3 4. Again in the lower side 1 2 3 4. ഇങ്ങനെ നാല് ന്യൂക്ലിയസ് താഴെ ഫോം ചെയ്തു, നാല് ന്യൂക്ലിയസ് മുകളിലും ഫോം ചെയ്തു. So how many total nuclei formed? It become an 8 nucleated structure. ഇത് ഒരു 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അടുത്ത സ്റ്റേജിൽ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത സ്റ്റേജില് എന്താണ്? ഈ 8 ന്യൂക്ലിയസില് ഓരോ ന്യൂക്ലിയസ് അതിന്റെ സെന്ററിലോട്ട് മൂവ് ചെയ്യും. ദാറ്റ് മൂവ് ടുവേർഡ്സ് ദ സെന്റർ ഫ്രം ദ ബോത്ത് എൻഡ്. ഈ one nuclei from the both end move towards the center and fused together. ഇവിടെ ആ രണ്ട് ന്യൂക്ലിയസുകൾ ഇവിടെ വന്ന് ഫ്യൂസ് ചെയ്യും. So here you can see the structure of female gametophyte. This much only here, the development of embryo sac. Here is, you see the three upper nuclei. ഈ മൂന്ന് ന്യൂക്ലിയസിനെയും കൂടെ പറയുന്ന പേര് ആന്റിപോഡൽസ് എന്ന് പറയും. That are called antipodal. And this nuclei is called secondary nucleus. Secondary nucleus. And three are remaining in the lower end. In that the center nuclei is called egg. നമുക്ക് വേണ്ട സാധനം അതായിരുന്നു, എഗ്ഗിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു. ബാക്കി ഈ രണ്ടെണ്ണത്തിനെയും കൂടെ പറയുന്ന പേര് സൈനർജിഡ്സ് എന്ന് പറയും. സൈനർജിഡ്സ്. So this is the development of female gametophyte. വളരെ ഈസിയാണ്. നിങ്ങൾ ഡയഗ്രാം രണ്ട് പ്രാവശ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ തുടങ്ങിയത് ന്യൂസെല്ലസിലെ ഒരു സിംഗിൾ പാരൻകൈമ സെല്ലിൽ നിന്നാണ്. That parenchyma cell divides to form 4 cells. ഒരു റോ ആയിട്ട് 4 cells ഫോം ചെയ്യും. ആ 4 സെൽസില് the upper 3 are degenerated. അത് നശിച്ചു പോവുകയാണ്, അത് വിട്ടേക്കുക. നിങ്ങൾ ഒരെണ്ണം മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യും. ആ എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ലിനെ എന്ത് പറയും? That cell is called functional megaspore. പിന്നെ നടക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. The nucleus of the functional megaspore divides repeatedly 3 times. 3 പ്രാവശ്യം അടുപ്പിച്ച് അതിനകത്ത് ന്യൂക്ലിയസിന് ഡിവിഷൻ നടന്നിട്ട് that forms into an 8 nucleated structure. That forms into an 8 nucleated structure. അതാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. നോക്കുക, ഫങ്ഷണൽ മെഗാസ്പോറിലെ ന്യൂക്ലിയസിന് ആദ്യത്തെ ഡിവിഷൻ നടന്നു. 1 nuclei forms in the upper end and 1 in the lower end. Again that 2 divides to form 2 in the upper end and 2 in the lower end. Again that 4 divides to form 4 in the upper side and 4 in the lower side. So here it is the 8 nucleated structure. From these, one nuclei from each end move towards the center and fused to form secondary nucleus. അതിൽ നിന്ന് ഓരോ ന്യൂക്ലിയസ് സെന്ററിലോട്ട് മൂവ് ചെയ്തിട്ട് അത് തമ്മിൽ ഫ്യൂസ് ചെയ്ത് അതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയും. ഇറ്റ് ഈസ് എ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. കാരണം ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്യുന്നുണ്ടാകുന്ന ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ന്യൂക്ലിയസ് ഈസ് എ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. And the upper end consists of 3 nuclei. That 3 are together called antipodals. ആ 3 എണ്ണത്തിനെയും കൂടെ പറയുന്ന പേരാണ് ആന്റിപോഡൽസ് എന്ന് പറയും. Then 3 are remaining in the lower end. അതിൽ തന്നെ ആ ലോവർ എൻഡിലെ 3 എണ്ണത്തില് that center nuclei is called egg. And egg is surrounded with 2 nuclei that are called synergids. This is the structure of female gametophyte, or it is the development of egg or female gamete. അല്ലെങ്കിൽ അതിന് പറയുന്ന പേര്
മെഗാസ്പോർ എന്നാണ്. മെഗാസ്പോർ, ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർ. ഈ പ്രോസസ്സിനെ മൊത്തം പറയുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ് എന്ന് പറയും. മെഗാസ്പോറോജെനിസിസ്. The entire development of egg or female gametophyte inside the megasporangium is called megasporogenesis. Once more I will explain the entire content. Listen carefully. First we want to identify a single parenchyma cell from the nucellus. After that parenchyma cell divides to form 4 cells. The upper 3 cells degenerated or disappeared and 1 cell will exist, that is called functional megaspore. Then the nucleus of the functional megaspore divides repeatedly 3 times to form an 8 nucleated structure. From these 8 nucleus, one nucleus from each end move towards the center and fused to form secondary nucleus. It is a diploid nucleus because single haploid nucleus is fused to form a diploid secondary nucleus. Then the upper end consists of 3 nucleus. They are together called antipodals. And the lower end again 3 nucleus are there. The central nuclei is called egg and it is surrounded by synergids. I hope you understood. Bye. Thank you.